വൃദ്ധന്മാരെ പോലീസ് പൊക്കി. പത്തനംതിട്ട നഗരസഭയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചട്ടിയോടെ പൊക്കിക്കൊണ്ടുപോയവർ കോടതിയിൽ കുറ്റസമ്മതം നടത്തി. CCTV ദൃശ്യങ്ങളാണ് മോഷ്ടാക്കളിലേക്കുള്ള പോലീസ് നടപടികളെ എത്തിച്ചത്. CCTVയിൽ കണ്ട വാഹനം ഇതാണ്. രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിരുന്നതിനാൽ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി. വാഹനം ഓടിച്ചത് ലാക്കൂർ സ്വദേശിയാണ്. ചെടിച്ചട്ടികൾ മൂടോടെ പൊക്കിയത് നവവരനും. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. കല്യാണ വീട്ടിൽ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒന്നുകൂടി. ബാച്ചിലേഴ്സ് പാർട്ടിയാണെന്ന് വേണമെങ്കിലും പറയാം. പാതിരാത്രിയായപ്പോൾ ചിലർക്കൊരു പൂതി, 2 എണ്ണം കൂടി വേണം. വണ്ടിയെടുത്ത് നേരെ ബാറിലേക്ക്. നല്ല കിക്കായ പരുവത്തിലാണ് യുവാക്കൾ നഗരത്തിലൂടെ വണ്ടിയിൽ പോയത്. സഹകരണ ബാങ്കിന് സമീപം എത്തിയപ്പോഴാണ് ചെടിച്ചട്ടികൾ ഇവരുടെ കണ്ണിൽ തെളിഞ്ഞത്. വണ്ടി ചവിട്ടി. രണ്ടാമൻ ചാടിയിറങ്ങി 2 ചെട്ടികൾ പൊക്കി. പിന്നെ ബാറിലേക്ക്. രാത്രി 1:30-ക്ക് ബാറിലെത്തിയെങ്കിലും സാധനം കിട്ടിയോ എന്നുറപ്പില്ല. എന്നാൽ CCTVയിൽ ആളെ കിട്ടി. മോഷണം വ്യക്തമായതോടെ നഗരസഭാ കൗൺസിലർമാർ വ്യാപാര കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളികളെ തിരിച്ചറിഞ്ഞു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നവവരൻ്റേതുമായിരുന്നു. മാതൃകാപരമായിട്ടുള്ള, ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റാളുകളിൽ നിന്നുണ്ടാകാത്ത നിലയിലേക്കുള്ള പോലീസ് കൃത്യമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അവർ കൃത്യത്തിനായി ഉപയോഗിച്ച വാഹനവും സീസ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവർക്കൊരു മാതൃകയാകണം എന്നുള്ള നിലയിലാണ്. തൊണ്ടി നവവരൻ്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നവവരന് വൈകാതെ വിദേശത്തേക്ക് മടങ്ങേണ്ടതാണ്. കേസ് അവിടെ ഒരു തടസ്സമാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. കല്യാണത്തലേന്ന് തലപെരുത്തപ്പോൾ തോന്നിയ ബുദ്ധിമോശമാണ് യുവാക്കളെ അപ്രതീക്ഷിതമായി കെണിയിൽ കുടുക്കിയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.